മൂവുലകിനും നാഥനായ ദൈവാധിദൈവവും കർത്താധികർത്താവും താൻ മാത്രം അമർത്യതയുള്ളവനുമായ നമ്മുടെ ദൈവപിതാവിനെ വാഴ്ത്തുന്നു. നമുക്കേവർക്കും വേണ്ടി ക്രൂശിൽ തൻ്റെ പ്രാണനെ യാഗമാക്കിയ ദൈവപുത്രനായ ക്രിസ്തുയേശുവിൻ്റെ നാമത്തിലുള്ള വന്ദനങ്ങൾ എല്ലാവർക്കും അറിയിക്കട്ടെ. നമുക്ക് ഒരിക്കൽ കൂടെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ദൈവവചന പഠനത്തിനായിട്ട് കൂടി വരുവാൻ അവിടുന്ന് അവസരങ്ങളെ നൽകിയല്ലോ. നമുക്ക് വേണ്ട എല്ലാ അന്നവസ്ത്രാദി നന്മകളും തന്ന് കൺമണി പോലെ നമ്മെ പരിപാലിക്കുന്നതിനായി സ്തോത്രം. രക്ഷയുടെ പാറയായ ക്രിസ്തുവിൽ നിന്ന് വീണുപോകാതെ നമ്മുടെ കാലുകളെ ബലപ്പെടുത്തിയതിനായി അവിടുത്തേക്ക് മഹത്വമർപ്പിക്കുന്നു. സങ്കീർത്തനത്തിൽ വായിക്കും പോലെ നാം വീഴുവാൻ തക്കവണ്ണം ശത്രു നമ്മെ തള്ളിയെങ്കിലും യഹോവ നമ്മെ സഹായിച്ചു. സ്തോത്രം. നമ്മുടെ കാലുകൾ ഇടറിപ്പോകാതെ നമുക്ക് വേണ്ടി തുളയ്ക്കപ്പെട്ട മാറിനോട് ചേർന്നിരിപ്പാൻ വീണ്ടും അവിടുന്ന് കൃപ തരട്ടെ. ദൈവത്തിന് സ്തോത്രം. നമുക്ക് എബ്രായ ലേഖനം 2-ാം അധ്യായത്തിലേക്ക് വീണ്ടും പോകാം. 1 മുതൽ 4 വരെയുള്ള വാക്യങ്ങളിലാണ് നമ്മളിപ്പോൾ ആയിരിക്കുന്നത്. അതിൽ ഇന്നലെ നമ്മൾ 3-4 വാക്യങ്ങളിൽ നിന്ന് പഠിക്കാൻ തുടങ്ങിയത് ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിയൊഴിയും. നമ്മൾ നേരത്തെ നോക്കിക്കൊണ്ടിരുന്നത് ഇത്ര വലിയ രക്ഷ, എന്തുകൊണ്ട് ഈ രക്ഷ ഇത്ര വലിയത് എന്നുള്ളതായിരുന്നു. 21ഓളം കാരണങ്ങൾ നമുക്ക് തിരുവെഴുത്തുകളിൽ നിന്ന് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി തന്നു. ഇനിയും ഉണ്ടാകാം. നമ്മൾ ഇന്നലെ അവിടെ നിന്നും അടുത്ത വിഷയത്തിലേക്ക് പ്രവേശിച്ചു. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോവുക എന്ന് പറഞ്ഞാൽ എന്താണ്? അഥവാ അവരുടെ പാപം എന്തായിരുന്നു? അല്ലെങ്കിൽ പരിശുദ്ധാത്മാവ് നമുക്ക് ഇവിടെ നിന്നും നൽകുന്ന താക്കീത് ഏത് വിഷയത്തിലാണ്? ഏത് പാപത്തിനെതിരായ താക്കീതാണ് ആത്മാവ് നമുക്ക് നൽകുന്നത് എന്നായിരുന്നു നമ്മുടെ ചിന്താവിഷയം ഇന്നലെ. അതിൽ തന്നെ ഇന്നും തുടരുകയാണ്. സ്തോത്രം. നമ്മളവിടെ കണ്ടു. ഒന്നും കൂടെ നമുക്ക് വചനം വായിച്ചുകൊണ്ട് തുടരാം. 3 അല്ലെ 2, 3, 4 തന്നെ വായിച്ചാട്ടെ. ദൂതന്മാർ മുഖാന്തരം അരുളിച്ചെയ്ത വചനം സ്ഥിരമായിരിക്കുകയും ഓരോരോ ലംഘനത്തിനും അനുസരണക്കേടിനും ന്യായമായ പ്രതിഫലം ലഭിക്കുകയും ചെയ്തുവെങ്കിൽ കർത്താവ് താൻ പറഞ്ഞു തുടങ്ങിയതും ദൈവം അടയാളങ്ങളാലും അത്ഭുതങ്ങളാലും വിവിധ വീര്യ പ്രവൃത്തികളാലും തന്റെ ഇഷ്ടപ്രകാരം പരിശുദ്ധാത്മാവിനെ നൽകിക്കൊണ്ടും സാക്ഷി നിന്നതും കേട്ടവർ നമുക്ക് ഉറപ്പിച്ചു നിന്നതുമായ ഇത്ര വലിയ രക്ഷ നാം ഗണ്യമാക്കാതെ പോയാൽ എങ്ങനെ തെറ്റിവഴിയും? നമുക്കിവിടെ ദാനമായി ലഭിച്ചിരിക്കുന്ന രക്ഷയുടെ വിവിധമായ വിവരണങ്ങൾ ലഭിക്കുന്നുണ്ട്. നമ്മളതിനെക്കുറിച്ചൊക്കെ കണ്ടു കഴിഞ്ഞതാണ്. എന്നാൽ താക്കീതായിട്ട് ഇവിടെ പരിശുദ്ധാത്മാവ് രേഖപ്പെടുത്തുന്നത് ഏത് പാപത്തിനെതിരായിട്ടല്ല, എന്നാൽ ഏത് പാപത്തിനെതിരായിട്ടാണ് എന്നതായിരുന്നല്ലോ ഇന്നലത്തെ നമ്മുടെ ചിന്താവിഷയം. അതിൽ നമ്മൾ കണ്ടു രക്ഷയും രക്ഷകനെയും രക്ഷയെയും രക്ഷകനെയും ഉപേക്ഷിക്കുന്ന പാപമല്ല, കൈക്കൊള്ളാതിരിക്കുന്ന പാപമല്ല, വേണ്ടെന്ന് വയ്ക്കുന്ന പാപമല്ല,
സ്തോത്രം. ഇറ്റ്സ് നോട്ട് ദ സിൻ ഓഫ് റിജക്ഷൻ. യോഹന്നാൻ 1-ാം അധ്യായം 11-ാമത്തെ വാക്യത്തിൽ നമ്മൾ വായിക്കുന്നത് പോലെ ഒരു പാപമല്ല. 1:11. അറിയില്ലേ? ലോകമോ അവനെ അറിഞ്ഞില്ല. അവൻ സ്വർഗത്തിലേക്ക് വന്നു, സ്വന്തമായവനോ അവനെ കൈക്കൊണ്ടില്ല. അവനെ കൈക്കൊണ്ട അവന്റെ മതി മതി നാമത്തിൽ മതി മതി. നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു, നമ്മൾ ഒത്തിരി പ്രാവശ്യം പറഞ്ഞിട്ടുള്ള വാക്യമായത്, ഈ ലോകത്തിന്റെ സ്രഷ്ടാവാണ്. നമ്മുടെ കർത്താവ് സൃഷ്ടിച്ച ലോകത്തിലേക്ക് യേശു വന്നെങ്കിലും അവന്റെ സൃഷ്ടി സ്രഷ്ടാവിനെ അറിഞ്ഞില്ല. അവൻ സ്വന്തമായവരിലേക്ക് വന്നു. യഹൂദ ജാതിയിലേക്ക് എന്നാണ് അതിൻ്റെ അർത്ഥം. ഇസ്രായേലിലേക്ക് വന്നു എന്നാണ് അതിൻ്റെ അർത്ഥം. എന്നാൽ സ്വന്തമായവരോ യേശുവിനെ കൈക്കൊണ്ടില്ല. കണ്ടോ? ലോകത്തിന്റെ പാപം, ലോകം സ്രഷ്ടാവിനെ അറിഞ്ഞില്ല എന്നതാണ്. യഹൂദന്റെ പാപം, അവർ മശിഹായെ തള്ളിക്കളഞ്ഞു, കൈക്കൊണ്ടില്ല എന്നുള്ളതാണ്. ഏറ്റവും ഒടുവിലും പീലാത്തോസ് യേശുവിനെ അവരുടെ മുമ്പിൽ നിർത്തിയിട്ട് ചോദിച്ചു, യഹൂദന്മാരുടെ രാജാവെന്ന് നിങ്ങൾ പറയുന്ന ഈ നസറായനായ യേശുവിനെ ഞാൻ എന്ത് ചെയ്യണം? അവര് ചെവിയൊക്കെ പൊത്തിപ്പിടിച്ചോണ്ടായിരിക്കും ആർത്തു പറഞ്ഞു, അവനെ ക്രൂശിക്ക, ക്രൂശിക്ക. പീലാത്തോസ് ഒത്തിരി ആഗ്രഹിച്ചു യേശുവിനെ ക്രൂശിക്കാതെ വിട്ടയക്കുവാൻ. ഒത്തിരി പരിശ്രമിച്ചു. വേണമെങ്കിൽ വിട്ടയക്കാമായിരുന്നു, ചെയ്തില്ല. പക്ഷെ ഒത്തിരി ശ്രമിച്ചു. ഇസ്രായേല്യരെ കൊണ്ട് സമ്മതിപ്പിക്കാനായിട്ട് ശ്രമിച്ചു. പക്ഷെ അവർ സമ്മതിച്ചില്ല. അതിന് എല്ലാ വർഷവും ചെയ്യുന്ന പതിവ് പീലാത്തോസ് ചെയ്തു. ഉത്സവം തോറും ഒരാളിനെ ഞാൻ വിട്ടയക്കാറുണ്ടല്ലോ, ഒരു തടവുകാരനെ. എന്നാൽ പിന്നെ ഈ യേശുവിനെ അങ്ങ് വിട്ടയക്കാം, കുറ്റമൊന്നുമില്ലല്ലോ. പക്ഷെ അവർ പറഞ്ഞു, ഇല്ലില്ലില്ല, വിട്ടയക്കേണ്ടത് ഇവനെയല്ല, ബറബ്ബാസിനെ മതി. അപ്പോഴും പീലാത്തോസ് ചോദിച്ചു, പിന്നെ നിങ്ങളുടെ രാജാവായ യേശുവിനെ എന്ത് ചെയ്യണം? അപ്പോഴവർ പറഞ്ഞു, ഞങ്ങൾക്ക് കൈസർ അല്ലാതെ വേറെ ഒരു രാജാവില്ല. നോക്കണേ, ആവർത്തിച്ച് ആവർത്തിച്ച് ഇസ്രായേൽ ജാതി യേശുവിനെ തള്ളിക്കളഞ്ഞു, കൈക്കൊണ്ടില്ല, ഉപേക്ഷിച്ചു കളഞ്ഞു. അവനെ ക്രൂശിക്ക, അവനെ കൊന്നുകളക എന്നവരാർത്ത് വിളിച്ചുകൊണ്ടിരുന്നു. ആ ഒരു സമൂഹത്തിന്റെ ആർപ്പുവിളി ഭൂരിപക്ഷത്തിന്റെ മുറവിളിയായി കണക്കാക്കിക്കൊണ്ടാണ് പീലാത്തോസ് ഒടുവിൽ യേശുവിനെ ക്രൂശിക്കാനായിട്ട് ഏൽപ്പിച്ചത്. ആ കാര്യമാണ് യോഹന്നാൻ 1:11 പറഞ്ഞിരിക്കുന്നത്. യേശു ലോകത്തിലേക്ക് വന്നു, ലോകം അവനെ അറിഞ്ഞില്ല. സ്വന്തമായതിലേക്ക് വന്നു, സ്വന്തമായവരോ അവനെ കൈക്കൊണ്ടില്ല. അപ്പോഴാണ് ലോകത്തിലേക്ക് തിരിഞ്ഞിട്ട് പിതാവ് പറയുന്നത്, ആരെങ്കിലും, അർത്ഥമതാണ്, സ്തോത്രം, ലോകം അറിയാതിരുന്ന അതിൻ്റെ സ്രഷ്ടാവായ, സ്വന്തക്കാർ കൈക്കൊള്ളാതിരുന്ന സ്വന്തമായ യേശുവിനെ കൈക്കൊള്ളുകയും
അവന്റെ നാമത്തിൽ വിശ്വസിക്കുകയും ചെയ്യുന്ന ഏവർക്കും ദൈവമക്കളാകുവാൻ അധികാരം കൊടുത്തു. അങ്ങനെയാണല്ലോ നാമും ദൈവത്തിന്റെ മക്കളായത്. സ്തോത്രം. ഇങ്ങനെ ദൈവത്തിന്റെ മക്കളായി തീർന്ന, ലോകമറിയാഞ്ഞ, യഹൂദന്മാർ കൈക്കൊള്ളാഞ്ഞ, യേശുവിനെ കൈക്കൊണ്ട ഒരു സമൂഹം, അവരോടാണ് ഇപ്പോൾ എബ്രായ ലേഖനകർത്താവ് താക്കീത് കൈമാറുന്നത്. അപ്പോൾ ഈ എബ്രായ ലേഖനം 2-ാം അധ്യായത്തിലെ പാപം ഏത് പാപമല്ല? ലോകത്തിന്റെ പാപവുമല്ല, യഹൂദന്റെ പാപവുമല്ല. മനസ്സിലാവുന്നുണ്ടായിരിക്കുമല്ലോ. ലോകത്തിന്റെ പാപം എന്താണ്? He did not recognize him. They did not recognize. They did not recognize. യേശുവിനെ കൈക്കൊണ്ടില്ല, തിരിച്ചറിഞ്ഞില്ല. The sin of Jews, ഇസ്രായേലിന്റെ പാപം, They did not receive them. received him. They rejected instead, despised instead. സ്തോത്രം. ഞങ്ങൾക്ക് യേശുവിനെ വേണ്ട എന്ന് പറഞ്ഞു, കൊന്നുകളഞ്ഞേക്കാൻ പറഞ്ഞു. അവൻ ഞങ്ങൾക്ക് രാജാവല്ലെന്ന് പറഞ്ഞു. ഞങ്ങൾക്ക് കൈസർ മാത്രമേ രാജാവുള്ളൂ എന്ന് പറഞ്ഞു. ഇസ്രായേലിന്റെ പാപം പണ്ടും അത് തന്നെ ആയിരുന്നു. 1 ശമൂവേലിന്റെ ആദ്യ അധ്യായങ്ങളിൽ ജാതികൾക്ക് രാജാക്കന്മാരുള്ളതുപോലെ ഞങ്ങൾക്കും ഒരു രാജാവിനെ വേണം. ശമൂവേൽ അങ്ങ് പിണങ്ങി വിഷമിച്ചു. പക്ഷെ ദൈവം പറഞ്ഞു, നീ എന്തിനാ വിഷമിക്കുന്നേ? അവർ ഒരു രാജാവിനെ ആവശ്യപ്പെട്ടതിലൂടെ നിന്നെയല്ല, എന്നെയാണ് അവരുടെ രാജാവായിരിക്കാതെ വണ്ണം അവർ തള്ളിക്കളഞ്ഞിരിക്കുന്നത്, ഉപേക്ഷിച്ചിരിക്കുന്നത്. എന്നാൽ ഈ വിധ പാപങ്ങളൊന്നുമല്ല എബ്രായ വിശ്വാസികൾ ചെയ്തത്. പക്ഷെ അവരുടെ പാപം നമ്മൾ ഇന്നലെ കണ്ടതുപോലെ എന്താണ്? നെഗ്ലിജൻസ്. ഗണ്യമാക്കാതെ പോകുന്നു. അവഗണന എന്ന പാപം. അവഗണന. സ്തോത്രം. അധികം ഗൗരവത്തോടെ കാണാൻ സാധ്യതയില്ലാത്ത ഒരു പാപം. അവഗണന എന്ന പാപത്തെ ഗൗരവമായി നമ്മൾ ഇതുവരെ കണ്ടിട്ടുണ്ടോ? ഇല്ലെന്നായിരിക്കും ഒരു പക്ഷേ നമ്മുടെ ഉത്തരം. അങ്ങനെ ഒരു പാപത്തിന് വേണ്ടിയിട്ട് നമ്മൾ ഇതുവരെ മാപ്പ് അപേക്ഷിച്ചിട്ടുണ്ടോ? ഇല്ലായിരിക്കാനാ സാധ്യത. സ്തോത്രം. അങ്ങനെ നമ്മൾ പാപമെന്ന് കാണാത്ത ഗൗരവമേറിയ പാപങ്ങൾ പലതുണ്ട്. അതുകൊണ്ട് അവയ്ക്കൊന്നും വേണ്ടി ഒരിക്കലും ഒന്ന് ക്ഷമ ചോദിക്കുവാൻ നമുക്ക് കഴിഞ്ഞിട്ടുണ്ടാവില്ല. അതിലൊരു ഗൗരവമേറിയ പാപമാണ് ഈ അവഗണനയുടെ പാപം. എന്തിനെ അവഗണിക്കുന്നു? സാൽവേഷൻ. അതും ഏത് സാൽവേഷൻ? So great a salvation. So great a salvation. ഇത്ര വലിയ രക്ഷ അളവ് പറയാൻ ഒക്കാത്ത അവഗണിക്കുന്നു എന്ന വളരെ ഗൗരവമേറിയ പാപം. സ്തോത്രം. അവഗണിക്കുന്നു എന്ന വളരെ ഗൗരവമേറിയ പാപം. അമലിയോ എന്ന ഒരു മൂലവാക്കാണ് നെഗ്ലിജൻസിന് വേണ്ടി അല്ലെങ്കിൽ നെഗ്ലക്റ്റിന് വേണ്ടിയിട്ട് ഉപയോഗിക്കുന്നത്. അമേലിയോ,
AMELE, E long O, AMELE long O, amelio, means neglect, negligent. സ്തോത്രം. ഇവിടെ നമ്മൾ കാണുന്നത് if we neglect, നാം ഗണ്യമാക്കാതെ പോയാൽ എന്നതിന് അവിടെ കൊടുത്തിരിക്കുന്ന പദം, ആ ഒരു ക്രിയാശബ്ദം, ആ വെർബൽ യൂസേജ് എന്ന് പറയുന്നത് അമലിസാൻറ്റീസ് എന്നാണ്. അമലിസാൻറ്റീസ്, അതാണ് if we neglect എന്നതിന് കൊടുത്തിരിക്കുന്നത്. AMEL long E, AMEL long E, SANTES, SANTES, ഒറ്റ വാക്കാണ്. അമലിസാൻറ്റീസ്. If we neglect. ഇതേ പദം നമ്മുടെ കർത്താവായ യേശു ഉപയോഗിച്ചിട്ടുണ്ട്. ഇതേ പദം, ഇതേ ഗൗരവത്തോടു കൂടിയ പദം. അതാണ് നാം മത്തായിയുടെ സുവിശേഷം 22-ാം അധ്യായം അതിൻ്റെ 1 തൊട്ട് 14 വരെയുള്ള വാക്യങ്ങളിലാണ് ഒരു സംഭവം കർത്താവ് പറയുന്നത്. Matthew 22 verses 1 through 14. They are the same word, same verb Jesus also used. There we can see the seriousness of this sin. അതിൻ്റെ 5-ാമത്തെ വാക്യം വായിച്ചാട്ടെ. അവർ അത് കൂട്ടാക്കാതെ ഒരുത്തൻ തന്റെ നിലത്തിലേക്കും മറ്റൊരുത്തൻ തന്റെ വ്യാപാരത്തിനും പൊയ്ക്കളഞ്ഞു. അവർ അത് കൂട്ടാക്കാതെ, കണ്ടോ, അവിടെ കൂട്ടാക്കാതെ എന്നുള്ളതിന് കൊടുത്തിരിക്കുന്നത് ഇതേ പദമാണ്. ഇംഗ്ലീഷിൽ എങ്ങനെയാ പദം കൊടുത്തിരിക്കുന്നത്? But they paid no attention and went off. Yes, that is the meaning of negligence. Paying no attention. They paid no attention. അപ്പോൾ ഗണ്യമാക്കാതിരിക്കുക, അവഗണിക്കുക. യേശു കർത്താവ് പറഞ്ഞത് മലയാളത്തിൽ കൂട്ടാക്കാതെ. ഇംഗ്ലീഷിൽ നമ്മൾ വായിച്ചു ഗൗരവം കൊടുക്കാതെ, pay no attention, ശ്രദ്ധ കൊടുക്കാതെ. ഇതാണ് ഈ പദത്തിന്റെ അർത്ഥം. ഈ പദത്തിന്റെ അർത്ഥം അമേലിയോ, ശ്രദ്ധ കൊടുക്കാതിരിക്കുക. ടു ബി കെയർലെസ്, അശ്രദ്ധരായിരിക്കുക, അശ്രദ്ധരായിരിക്കുക. നോട്ട് ടു കെയർ, ശ്രദ്ധ കൊടുക്കാതിരിക്കുക. മേക്ക് ലൈറ്റ് ഓഫ്, വില നൽകാതിരിക്കുക. വെയിറ്റ് കൊടുക്കാതിരിക്കുക. അർഹിക്കുന്ന തൂക്കം കൊടുക്കാതിരിക്കുക. അങ്ങനെയൊക്കെയാണ് ഇതിൻ്റെ അർത്ഥം. സ്തോത്രം. ടു ബി കെയർലെസ് ഓഫ്. നമുക്കറിയാം യേശു കർത്താവ് പറഞ്ഞ ഉപമയുടെ വിവരണങ്ങൾ. രാജാവ്, അതിൻ്റെ പാട്ട് വരെയുണ്ട്, നമുക്കറിയാവുന്ന. രാജാവ് തൻ്റെ മകൻ്റെ വിവാഹം നിശ്ചയിച്ച്, രാജാവ് ഭയങ്കര മുതലാളി, ഭയങ്കര രാജകുമാരന്റെ കല്യാണത്തിന് രാജോചിതമായ വിരുന്നുകാരെ വിളിച്ചതാ.
നേരത്തെ വിളിച്ചിരുന്നതാ. മറന്നു പോകാതിരിക്കാൻ വേണ്ടിയിട്ട് കല്യാണം അടുത്തപ്പോൾ പിന്നെയും വേലക്കാരെ വിട്ട് ഓർമ്മപ്പെടുത്തി. വിരുന്ന് ഒരുങ്ങിക്കഴിഞ്ഞിട്ട് പിന്നെയും വിട്ടവരെ വിളിപ്പിച്ചു, വരിക, എല്ലാം തയ്യാറായിരിക്കുന്നു. ഞാൻ പണ്ട് പറഞ്ഞിട്ടുണ്ട്, ഇത് നോർത്ത് ഇന്ത്യയിലെ, വടക്കേ ഇന്ത്യയിലെ ഒരു കല്യാണ വിളിയുടെ രീതിയാണ്. കല്യാണമൊക്കെ ആലോചിച്ച് ചിലപ്പോൾ 1 വർഷമോ 1.5 വർഷമോ ഒക്കെ കഴിഞ്ഞായിരിക്കും ഉത്തരേന്ത്യയിലെ ഗ്രാമങ്ങളിലൊക്കെ കല്യാണം നടക്കുക. ഇപ്പോൾ അല്പമൊക്കെ മാറ്റമുണ്ട്. കാരണം പണ്ട് തീരെ കുഞ്ഞുങ്ങളായിരിക്കുമ്പോഴേ വിവാഹം നിശ്ചയിക്കും. ഈ പിള്ളേർ പോലും അറിയത്തില്ല. ചിലരൊക്കെയാണെങ്കിൽ 2 ഗർഭിണികൾ, 2 സ്ത്രീകൾ തമ്മിലെങ്കിൽ വിവാഹം ആലോചിക്കും. എൻ്റെ വയറ്റിൽ ആണും നിന്റെ വയറ്റിൽ പെണ്ണുമാണെങ്കിൽ, അല്ല തിരിച്ചാണെങ്കിലും ഇവർ തമ്മിലായിരിക്കും കല്യാണം. പിള്ളേർ വയറ്റിൽ കിടക്കുമ്പോഴേ കല്യാണം. ഇപ്പം കല്യാണം ഒക്കെ തീരുമാനിച്ച് ചിലപ്പോൾ 1, 2 ഒക്കെ വർഷം കഴിഞ്ഞേ കല്യാണമുള്ളൂ. അപ്പൊ ഇത്രയും നേരത്തെ തന്നെ വിരുന്നുകാരെ ഇവർ വിളിക്കും. ഉയർന്ന ജാതിക്കാരാണെങ്കിൽ അവർ പോയി വിളിക്കത്തില്ല. ഓരോ വീട്ടുകാർക്കും ബാർബർമാരായിട്ടുള്ളവര്, തുണി കഴുകുന്ന ജാതിയിൽപ്പെട്ടവര്, പിന്നെ കക്കൂസ് മാലിന്യങ്ങൾ വൃത്തിയാക്കുന്നവര്, ഇങ്ങനെ കുശവര്, ഇങ്ങനെ ഓരോ ജാതിയിൽപ്പെട്ട ഓരോ കുടുംബത്തിനും ഓരോ ഗ്രാമത്തിൽ വിഭജിച്ചു കൊടുത്തിട്ടുണ്ട്. അതിൽ ഈ കല്യാണത്തിനൊക്കെ വിളിക്കുന്നത് കൂടുതലും ഈ മുടിവെട്ടുകാര്, ആ ജാതിയിൽപ്പെട്ടവരെയാണ് ഉയർന്ന ജാതിക്കാർ വിരുന്നിന് വിളിക്കാൻ വേണ്ടിയിട്ട് അവരുടെ ബന്ധുവീടുകളിലും അയൽവീടുകളിലൊക്കെ വിടുന്നത്. അങ്ങനെ അവര്, ഇവിടെ ഈ ശിഖർത്ത പറഞ്ഞിരിക്കുന്ന ഉപമയും അതുപോലെയാണല്ലോ. തൻ്റെ ബാല്യക്കാരെ, തൻ്റെ ജോലിക്കാരെ വിട്ടാ വിളിപ്പിച്ച. രാജാവ് നേരിട്ട് പോയെന്നോ വിളിച്ചതല്ല. ഇത്രയും നാളായതുകൊണ്ട് ചിലപ്പം മറന്നു പോകുമെന്ന് വിചാരിച്ച് ഇടയ്ക്കിടയ്ക്ക് അവർ വീണ്ടും ഓർപ്പിക്കാറുണ്ട് കല്യാണ ദിവസം. എനിക്ക് ഓർമ്മയുണ്ട് അങ്ങനത്തെ ആദ്യത്തെ ഒരു കല്യാണം ഉണ്ണാൻ പോയത്. വിശന്ന് വലഞ്ഞു. നമ്മുടെ നാട്ടിലെ പോലത്തെ കല്യാണമൊക്കെ ആയിരിക്കും വിചാരിച്ച് ഞാനിങ്ങനെ ഇരിക്കുക. എൻ്റെ പെങ്ങളുണ്ട്, പെങ്ങളുടെ വീട്ടിൽ ഞാൻ താമസിക്കുന്നത്. കല്യാണ പാർട്ടികളൊക്കെ വന്നു. ഭയങ്കരമായിട്ട് കൊട്ടും മേളവും പരിപാടിയൊക്കെ ആയിട്ട് ഊണും തീനും ഒക്കെ. മാമ പറഞ്ഞു, നമ്മുടെ വിളി വരും, അതുവരെ കാത്തിരിക്കണം. ചിലപ്പോൾ അത് രാത്രി 12, 1 മണി, 2 മണിയൊക്കെ ആവും. ഈ പറഞ്ഞ പോലെ രാത്രി ഏതാണ്ട് 1 മണിക്കടുത്തായപ്പം പിന്നെയും ഈ പറയപ്പെട്ട ജോലിക്കാരനെ വിട്ടു. നിങ്ങൾക്കുള്ള ഊണ് റെഡി ആയിട്ടുണ്ട്, വരിക. അന്നേരമാണ് ഞങ്ങളിങ്ങനെ കാത്തിരിക്കുക, എപ്പോൾ വിളി വരുമെന്ന് വിചാരിച്ച്. ഈ ഭാഗമൊക്കെ വായിക്കുമ്പോൾ എനിക്ക് ആ ഗ്രാമീണ അന്തരീക്ഷങ്ങളാണ് ഓർമ്മ വരുന്നത്. അതുകൊണ്ട് എനിക്കത് കൂടുതൽ കണക്ട് ചെയ്യാനായിട്ട് പ്രയാസമില്ല, മനസ്സിലാക്കാനായിട്ട് വളരെ എളുപ്പമാണ്. അതുപോലെ ഈ മനുഷ്യനും, ഈ രാജാവും രാജോചിത പദവിയിലുള്ള വിരുന്നുകാരായിട്ട് ഇവരെ ക്ഷണിച്ചു. ഒടുവിൽ സദ്യ ഒരുങ്ങി. അവസാനത്തെ വിളിക്ക് ചെന്നപ്പോഴാണ് അവരെക്കുറിച്ച് നമ്മൾ വായിക്കുന്നത്. അവർ ഈ രാജാവിൻ്റെ ക്ഷണത്തെ കൂട്ടാക്കാതെ, അതിനെ അവഗണിച്ച്, അതിനെ ഗൗരവമായിട്ടെടുക്കാതെ, അവര് ഇപ്പം കല്യാണത്തിന് വിളിച്ചെന്നും പറഞ്ഞ് നമുക്കതിനേക്കാൾ വലിയ കാര്യം വേറെ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പോയി. അതാണ് അവിടുത്തെ വിഷയം. ഇവിടെയും അത് തന്നെയാണ്. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോകുന്നു എന്ന് പറഞ്ഞാൽ അർത്ഥം എന്താ? സിംപ്ലി കൺസിഡറിങ് സംതിങ് എൽസ് greater than such a great salvation. That is a sin. വളരെ ലളിതമാണ്. എന്താ പറയുന്നത്? ഇത്ര വലിയ രക്ഷയെ ദൈവം
ദാനമായി ഇത്രയ്ക്കും വലിയൊരു വില കൊടുത്തിട്ട് നമുക്ക് തന്നിരിക്കുമ്പോൾ ഇതിനേക്കാൾ വിലയുള്ളതായി വേറെ എന്തിനെയൊക്കെയോ കാണുന്നത് കൊണ്ട് ഇത്ര വലിയ രക്ഷയെ നമ്മൾ അല്പം നിസ്സാരമായി കാണുന്നു. അവിടെയാണ് അതിൻ്റെ പാപം. സ്തോത്രം. അവിടെയാണ് അതിൻ്റെ പാപം. അപ്പം ഈ 22-ാമത്തെ അധ്യായത്തിൻ്റെ അവിടേക്ക് നമ്മൾ ഇനിയും ഒന്നും കൂടെ വരുന്നുണ്ട്. ഇപ്പോഴത്തേക്ക് 22-ാം അധ്യായത്തിൻ്റെ 1 തൊട്ട് ഈ 14 വരെയുള്ള വാക്യങ്ങളിൽ നാം കാണുന്നത് ഈ അവഗണനയുടെ പാപം. സ്തോത്രം. അവിടെ 2 അവഗണനകൾ നമുക്ക് കാണാം. ഈ ദൃഷ്ടാന്തത്തിനകത്ത്, ഈ ഉപമയ്ക്കകത്ത് 2 അവഗണനകൾ. സ്തോത്രം. എന്താ? ഒന്നാമത്തെ അവഗണന, ക്ഷണിക്കപ്പെട്ടവർ ക്ഷണിച്ചവനെ കൂട്ടാക്കിയില്ല, ആ ക്ഷണത്തെ ഗൗരവമായി കണ്ടില്ല. പിന്നെ ഒരുത്തനുണ്ട് താഴോട്ട് വരുമ്പോൾ, വിവാഹ വസ്ത്രമില്ലാതെ അകത്ത് കിടന്നവൻ. ഈ 2 കൂട്ടരും ഇതിനെ ഗൗരവമായി കണ്ടില്ല. അപ്പോൾ അവഗണനയുടെ അർത്ഥം നമുക്ക് മനസ്സിലായല്ലോ. കൂട്ടാക്കാതിരിക്കുക, ഗൗരവമായി കാണാതിരിക്കുക, വില നൽകാതിരിക്കുക. ഇതിനേക്കാൾ വലുതായി മറ്റെന്തിനെയോ കാണുക. ഇപ്പം നമ്മുടെ കുഞ്ഞുങ്ങളിലേക്ക് പരീക്ഷാ ദിവസങ്ങൾ അടുത്ത് വരിക. ചിലർക്ക് ബോർഡ് എക്സാംസാണ്. ബോർഡ് എക്സാമിന് കൊടുക്കുന്ന ഗൗരവം ബോർഡ് അല്ലാത്ത എക്സാംസിന് നമ്മുടെ കുഞ്ഞുങ്ങൾ അല്ലെ നമ്മളും കൊടുക്കാറില്ല. ഇപ്പോൾ ഈ പരീക്ഷാ ദിവസങ്ങളൊക്കെ ആകുമ്പോൾ നമ്മുടെ ബന്ധുക്കളുടെ ആരുടെയെങ്കിലും കല്യാണത്തിന് വിളിച്ചാൽ നമ്മളിതിൽ ഏതിനെയായിരിക്കും ഗൗരവമായിട്ട് കാണുക? മിക്കപേരും പരീക്ഷയാണ്. പരീക്ഷയേക്കാൾ വലുതായിട്ട് കല്യാണത്തെ കണ്ടാൽ, അല്ലെങ്കിൽ പിക്നിക്കിന് പോകുന്നതിനെ കണ്ടാൽ തോൽവി ഉറപ്പാണ്. നമുക്കറിയാം, പരീക്ഷാ ദിവസങ്ങളായാൽ ഉറക്കത്തിനേക്കാൾ പ്രാധാന്യം പരീക്ഷയ്ക്ക് കൊടുക്കും. സഭായോഗങ്ങളെക്കാൾ പ്രാധാന്യം പരീക്ഷയ്ക്ക് കൊടുക്കും. അങ്ങനെ ബാക്കിയുള്ളവയെല്ലാം അതിനേക്കാൾ ചെറുതായിട്ടേ കാണും. ഇവിടെ രക്ഷയോടുള്ള ബന്ധത്തിൽ എന്തേ നാം അങ്ങനെയാണോ? ഈ രക്ഷയെ ഗണ്യമാക്കാതെ പോകുന്നതിൻ്റെ ചില അർത്ഥങ്ങൾ ഇന്നലെ നമ്മൾ കണ്ടിരുന്നു. ഓർമ്മ കാണുമായിരിക്കുമല്ലോ. ഗണ്യമാക്കാതെ പോവുക എന്ന് പറഞ്ഞാൽ അതിൻ്റെ അർത്ഥം എങ്ങനെയാണതെന്ന് നമ്മൾ ഇന്നലെ ചില കാര്യങ്ങൾ കണ്ടു. അങ്ങനെ തിരിച്ച് മനസ്സിലാക്കിയായിരുന്നോ നമ്മൾ? അതോ ഒരു സാമട്ടിലങ്ങ് പറഞ്ഞു വിടുകയായിരുന്നോ? കൂടെ ഒന്ന് വരാമോ? What does it mean to neglect such great a salvation? How do we neglect? What does it mean?
ഗണ്യമാക്കാതെ, രക്ഷയെ ഗണ്യമാക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്താ അതിൻ്റെ അർത്ഥം? എങ്ങനെയാ ഗണ്യമാക്കാതിരിക്കുന്നത്? ചില കാര്യങ്ങൾ നമ്മൾ ഇന്നലെ നോക്കിയായിരുന്നു. ഓർമ്മയില്ലെങ്കിൽ ആവർത്തിക്കണം. അതോ അങ്ങനെ മനസ്സിലായില്ലേ എന്നല്ല നമ്മൾ ചിന്തിച്ചത്? എന്തെങ്കിലും ഒന്ന് പറഞ്ഞാട്ടെ. So is it that having lukewarm attitude അതൊക്കെയാണോ? ഏതാ? Lukewarm attitude അതൊക്കെയാണോ? അതെ, അതെ. But I didn't get it. Not serious about pleasing God, personal holiness. യെസ്, ആബ്സല്യൂട്ട്ലി. ഇന്നലെ നമ്മൾ അങ്ങ് ജനറലി അതങ്ങ് പറഞ്ഞു വിടുകയായിരുന്നു. അതുകൊണ്ട് എനിക്കറിയാം. അതുകൊണ്ട് അങ്ങനെ ഒന്ന് ബൈഫ്രിക്കേറ്റ് ചെയ്ത് അതിനെ വേർതിരിച്ച് പോയിന്റ് ബൈ പോയിന്റ് ആയിട്ട് നിങ്ങൾ ഒരു പക്ഷേ നോക്കിക്കാണില്ല, അല്ലെങ്കിൽ ആ നിലയിൽ അതിനെ നോട്ട് ചെയ്ത് കാണത്തില്ലായിരിക്കും. ഒന്നും കൂടെ നമുക്കതൊന്ന് നോക്കാം. എങ്ങനെയാണ് ഒരാൾ രക്ഷയെ ഗണ്യമാക്കാതെ പോകുന്നത്? നമ്മൾ അങ്ങനെ ചെയ്യുന്നവരാണോ? ഇന്നലെ നമ്മൾ നോക്കിയ കാര്യങ്ങളിലൊക്കെ നമ്മൾ പരാജിതരാണെന്ന കിട്ടിയ റിപ്പോർട്ട്. പ്രത്യേകിച്ച് നമ്മൾ ഈ എഴുതപ്പെട്ട അല്ലെങ്കിൽ ലിസ്റ്റിൽപ്പെട്ട പാപമൊന്നും ചെയ്യുന്നില്ല. അതിൽ നമ്മളങ്ങ് സംതൃപ്തരാ. ലൂക്കോസ് 18-ാമത്തെ അധ്യായത്തിൽ യേശു കർത്താവ് പറഞ്ഞ പരീശന്റെ കൂട്ട്, പരീശനും ചുങ്കക്കാരനും കൂടെ പ്രാർത്ഥിക്കാൻ പോയി നിന്ന കാര്യം യേശു കർത്താവ് പറഞ്ഞിട്ടുണ്ട് അവിടെ. ആയതാണ്ട് 9 തൊട്ടുള്ള വാക്യങ്ങളിൽ. അപ്പം പരീശന്റെ ഒരു സംതൃപ്തി, ഞാൻ ഈ ചുങ്കക്കാരനെ പോലെ അല്ലായികയാൽ അങ്ങേക്ക് സ്തോത്രം. അവൻ പുറജാതിക്കാരനായിരിക്കാം, അവൻ ചെയ്യുന്ന ജോലി, അവൻ്റെ സ്വഭാവം ഒക്കെ തീരെ ഹീനമാണ്. ഞാൻ അങ്ങനെയൊന്നുമല്ലായിക കൊണ്ട് ദൈവമേ അങ്ങേക്ക് സ്തോത്രം. അവൻ്റെ പാപമൊന്നും കാണാനേ പറ്റിയില്ല. എന്നാൽ പ്രാർത്ഥിക്കുന്നില്ലേ? ഉണ്ട്. ആലയത്തിൽ പോകുന്നില്ലേ? ഉണ്ട്. ആ കാര്യങ്ങളൊക്കെ ഉണ്ട്. പക്ഷെ ദൈവത്തിൻ്റെ അളവിൽ ഇവൻ എത്തിയിട്ടില്ല. അതുപോലെ നമ്മുടെ അകത്തും ഈ പരീശ ഭക്തി ധാരാളം ഉണ്ട്. അതിനെയാണ് നമ്മൾ ഇന്നലെ പൊതുവെ പൊത്തുവരുത്ത ക്രിസ്തീയ ജീവിതമെന്ന് വിളിച്ചത്. എ നോമിനൽ പെന്റിക്കോസ്റ്റൽ ലൈഫ്. സ്നാനപ്പെട്ടു, ആഭരണമൂരി, മീശ വടിച്ചു, ഇല്ലെങ്കിൽ താടി വളർത്തുന്നു. പാസ്റ്റർമാർ ഉൾപ്പെടെ പലരും താടി വളർത്തുന്നത് മീശ മാത്രം വെച്ചുകൊണ്ടിരിക്കാനുള്ള ഒരുതരം കുറ്റബോധം പോലെ മനസ്സിൽ, ഞാൻ രക്ഷിക്കപ്പെട്ട ആൾ, അല്ലെങ്കിൽ ഞാൻ പാസ്റ്റർ, മീശ തന്നെ വെക്കണമെന്നുണ്ട്, ആൾക്കാരെന്ത് പറയും എന്നൊക്കെയുള്ള നിലകൊണ്ട് ചിലർ അങ്ങ് താടി വെക്കുക. ഇപ്പം കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഇവിടെ പാസ്റ്റേഴ്സ് മീറ്റിംഗ് ആയിരുന്നു. നേരത്തെയൊക്കെ ഞങ്ങളുടെ പഴയ ഓവർസിയർമാരൊക്കെ, അതായത് ഒരു 10-15 വർഷം മുമ്പ് വരെയുള്ള ഓവർസിയേഴ്സൊക്കെ സ്ട്രിക്റ്റ് ആയിട്ട് ബൈബിൾ സ്കൂളിൽ വരുമ്പം മുതലേ മീശ പഠിപ്പിക്കുമായിരുന്നു. പിന്നീടുള്ളവർ അത്ര കാര്യമായിട്ട് അതിന് മീശ പഠിക്കുന്നതിന് വലിയ പ്രാധാന്യം കൊടുത്തിട്ടില്ല. പക്ഷേ ഈ ഓർഡിനേഷനോ
അങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വരുമ്പം മീശ പഠിപ്പിക്കും. അപ്പോൾ ഈ കഴിഞ്ഞ കുറച്ച് നാളുകളായിട്ട് ഞങ്ങളുടെ ഇടയിൽ മീശയുള്ള പാസ്റ്റർമാരൊക്കെ ഉണ്ട്. ഞാൻ അവരെയൊക്കെ പല സന്ദർഭങ്ങളിലും അവരുടെയൊക്കെ ലോക്കൽ സഭകളിൽ പോകുന്ന സമയത്ത് കണ്ടിട്ടുണ്ട്. നേരത്തെ നമ്മുടെ അപ്പച്ചന്മാരൊക്കെ പറയുന്ന കാര്യം നിങ്ങൾക്ക് അറിയാമായിരിക്കുമല്ലോ. മീശ വെക്കുന്നതിനെ കുറിച്ച് ചോദിക്കുമ്പോൾ പറയുന്നതാ, തണ്ട് വെച്ച പടക സ്വർഗത്തിൽ പോകത്തില്ലെന്നായിരുന്നു പറയുന്നത്. തണ്ട് വെച്ച പടക. മീശ വെക്കുന്നതിന് പണ്ട് നമ്മുടെ പാസ്റ്റേഴ്സ് പറയുന്നത് ആ ഒരു ശൈലിയായിരുന്നു. പക്ഷേ കഴിഞ്ഞ ആഴ്ച ഞങ്ങളുടെ ഇവിടെ പാസ്റ്റേഴ്സ് മീറ്റിങ്ങിന് വന്നപ്പം ഈ മീശ വെക്കുമായിരുന്ന പാസ്റ്റർമാർ ചിലർ മീശ വടിച്ചിട്ട് വന്നു, വേറെ ചിലർ മൊത്തം അങ്ങ് താടി വളർത്തി. അപ്പോൾ മീശ വടിച്ച ചിലരെ കുറിച്ച് പറഞ്ഞു, അവർക്ക് ഓർഡിനേഷൻ ഉണ്ടായിരുന്നു, മീശ വടിച്ചില്ലെങ്കിൽ ഓർഡിനേഷൻ തരത്തില്ലെന്ന് പറഞ്ഞു. അതുകൊണ്ട് ഓർഡിനേഷന് വേണ്ടി മീശ എടുത്തതാ. ഇപ്പം പിന്നെ വെച്ച് കാണും. അപ്പം ഞാൻ പറഞ്ഞു വന്നത്, നമ്മൾ സ്നാനപ്പെട്ടു, മീശ വടിച്ചു, അല്ലെങ്കിൽ താടി വെച്ചു, വെള്ളയിട്ടു, ആഭരണം മാറ്റി, പെന്തക്കോസ്ത് സഭയിലാണ് സഭായോഗത്തിന് പോകുന്നത്. പാട്ട് പാടുമ്പം അല്പം ഒച്ചത്തിൽ കൈയടിക്കും, പണ്ടത്തേക്കാൾ അല്പം കൂടെയൊക്കെ ഒച്ചത്തിൽ പാട്ട് പാടും. പിന്നെ അന്യഭാഷ കിട്ടിയെങ്കിൽ അതും 2 എണ്ണം പറയും. പിന്നെ ദശാംശം കൊടുക്കും, വീട്ടിൽ യോഗം വെക്കും. ഇങ്ങനെയുള്ള കുറച്ച് കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്തു വരുന്നത് കൊണ്ട് നമ്മൾ ഇതിലൊക്കെ അങ്ങ് തൃപ്തരായി. ഇത്രയൊക്കെ മതി, കുഴപ്പമില്ല. പരീശൻ പറഞ്ഞതുപോലെ അവനെ പോലെ അല്ല ഞാൻ ഇലക്ഷന് നിൽക്കത്തില്ല, ലോക്കൽ സഭയിലെ ജനറൽ ബോഡിയിൽ പോലും സംബന്ധിക്കത്തില്ല, സഭായോഗം കഴിയുമ്പോഴേ അന്ന് ഞാനിങ്ങ് തിരിച്ചു പോരും, കമ്മിറ്റിയിലേക്ക് എൻ്റെ പേര് പറഞ്ഞാൽ ഞാൻ വേണ്ടെന്ന് പറയും, പിന്നെ രാവിലെയും വൈകിട്ടും കൃത്യമായ സമയത്ത് കുടുംബ പ്രാർത്ഥനയുണ്ട്. രാവിലെ ജോലിക്ക് പോകാൻ നേരം പ്രാർത്ഥിച്ചിട്ടേ പോകൂ, തിരിച്ചു വരുമ്പം പലരും പ്രാർത്ഥിക്കാറില്ല. നമ്മൾ ഇങ്ങനെയൊക്കെ ചെയ്യുന്നതിൽ തൃപ്തരാ. ഓക്കെ കുഴപ്പമില്ല എന്ന ഒരു ചിന്താഗതിയിലാണ് നമ്മൾ. ഇതിൻ്റെ പേരാണ് പൊത്തുവരുത്തമായ ജീവിതം. പറയപ്പെടുന്ന തരത്തിലെ പാപമൊന്നും ചെയ്യുന്നില്ല, ദേഷ്യപ്പെടുന്നില്ല, കള്ളം പറയുന്നില്ല. ഡൂസ് ആൻഡ് ഡോൺസ്, ചെയ്യണമെന്ന് പറയുന്ന കാര്യങ്ങൾ ഏതാണ്ടൊക്കെ ചെയ്യുകയും ചെയ്യരുതെന്നുള്ളത് ചിലത് ചെയ്യാതിരിക്കുകയൊക്കെ ചെയ്യുന്ന തരത്തിൽ നമ്മളിങ്ങനെ അങ്ങ് പോകുന്നു വളരെ തൃപ്തരായിട്ട്. സഭാകാര്യങ്ങളിലൊക്കെ നമ്മൾ ഊർജ്ജസ്വലരാണ്, പാസ്റ്ററിൻ്റെ കൂടെ നിൽക്കുന്നു, പാസ്റ്ററിൻ്റെ ഭാഗത്ത് തെറ്റുണ്ടെങ്കിൽ പോലും പാസ്റ്ററിനെതിരെ നിൽക്കത്തില്ല. ഇങ്ങനെയൊക്കെ ഉള്ളതിൽ നമ്മൾ തൃപ്തരായിട്ട് പോവുക. ഇതിൻ്റെ അർത്ഥം നമ്മൾ രക്ഷയെ ഗൗരവമായി കാണുന്നുണ്ടെന്നാണോ? നിർബന്ധമില്ല. ഓർമ്മ കാണും, നമ്മൾ ആവർത്തിച്ച് പറഞ്ഞിട്ടുള്ള ഒരു കാര്യം, നമ്മുടെ ഈ ക്ലാസ്സുകളിലെ ഏറ്റവും ആദ്യത്തെ ദിവസങ്ങളിൽ നമ്മൾ പറഞ്ഞ ഈ ക്ലാസ്സിൻ്റെ എന്ന് പറഞ്ഞാൽ ഈ സൂം ക്ലാസ്സിൻ്റെ 4-5 കൊല്ലത്തിന് മുമ്പ്, 5 ആയിരിക്കും, 5-6 കൊല്ലത്തിന് മുമ്പ് നമ്മൾ ആദ്യമായിട്ട് നമ്മുടെ ഈ ക്ലാസ്സിൽ പഠിച്ച വിഷയം സ്ക്രിപ്ചറൽ സ്പിരിച്വാലിറ്റി, തിരുവെഴുത്തുകളിൽ പ്രകാരമുള്ള ആത്മീയത എന്നുള്ളതായിരുന്നല്ലോ. അന്ന് നമ്മൾ പറഞ്ഞൊരു കാര്യമുണ്ട്, ഇടയ്ക്കിടയ്ക്ക് നമ്മളത് ആവർത്തിച്ചുകൊണ്ടേയിരുന്നു, ഇന്നും കൂടെ ആവർത്തിക്കുന്നു, ക്ഷമിച്ചാലും. ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ഈസ് നോട്ട് എ
religion, but a relationship. relationship. നമ്മൾ മുമ്പേ പറഞ്ഞതെല്ലാം എന്തിന്റെ ഭാഗമാ? Religion. റിലീജിയന്റെ ഭാഗമാ. മുമ്പേ നമ്മൾ പറഞ്ഞ മീശ പഠിക്കുന്നതും ആഭരണം ഊരുന്നതും ഉൾപ്പെടെയുള്ള ഈ പറഞ്ഞ കാര്യങ്ങളെല്ലാം റിലീജിയന്റെ ഭാഗമാണ്. അങ്ങനെ ചെയ്യണം. There are such norms. We are simply following them. And we are very much content in that. But spirituality is more than that. So where do we give stress? More on those ritualistic religionism or relationship? നമ്മൾ ഇതില് നമ്മുടെ സമൂഹത്തിൽ പുറത്തുള്ളവരും അകത്തുള്ളവരും ഒരു പെന്തക്കോസ്തുകാരൻ ജീവിക്കേണ്ട രീതി എന്ന് കരുതുന്ന ഈ കർമാദികൾക്ക് അല്ലെങ്കിൽ ഈ ജീവിതചര്യയ്ക്കാണോ പ്രാധാന്യം കൊടുക്കുന്നത്? അതോ ക്രിസ്തുവുമായുള്ള വ്യക്തിപരമായ ബന്ധത്തിനാണോ? വ്യക്തിപരമായ ബന്ധം ക്രിസ്തുവുമായി അതായിരിക്കണം. നമ്മൾ രാവിലെ എഴുന്നേറ്റ് പ്രാർത്ഥിക്കുന്നു, വൈകിട്ട് പ്രാർത്ഥിക്കുന്നു, എവിടെയെങ്കിലും പോകുമ്പം പ്രാർത്ഥിച്ചിട്ട് പോകുന്നു, വന്നു കഴിഞ്ഞിട്ട് സ്തോത്രം പറയുന്നു. പച്ചവെള്ളം കിട്ടിയാൽ പോലും ഒന്ന് കണ്ണടച്ച് സ്തോത്രം പറഞ്ഞിട്ടേ കുടിക്കൂ. ചെല്ലാണെങ്കിൽ ഒരു വിരലനകത്തിട്ട് ഒന്ന് ടച്ച് ചെയ്തിട്ടേ ഉള്ളൂ. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ അതൊന്നും വേണ്ടെന്നല്ല പറഞ്ഞത്. ലെറ്റ്സ് പ്രാക്ടീസ് ഓൾ ദോസ് തിങ്സ്. അതൊക്കെ നമുക്ക് ചെയ്യാം. പക്ഷേ ഇതൊക്കെ ചെയ്യുമ്പോഴും ഞാനും കർത്താവും തമ്മിലുള്ള വ്യക്തിപരമായ ബന്ധം എങ്ങനെയുണ്ടെന്ന്, ആ ബന്ധം എനിക്ക് കാത്തു സൂക്ഷിക്കണമെന്ന്, ആ ബന്ധത്തിൽ വിള്ളലുണ്ടോ എന്ന് അന്വേഷിക്കുന്ന ഒരനുഭവവും അവസ്ഥയും നമുക്കുണ്ടോ? സ്തോത്രം. പണ്ടൊരാൾ പറഞ്ഞതുപോലെ ഭാര്യയും ഭർത്താവും ഒരു വീട്ടിലാണ് താമസിക്കുന്നത്. ഒരു പ്രത്യേക ദിവസം ഒരു പ്രത്യേക വിഷയത്തിൽ നീ എന്നോട് പിണങ്ങിയാന്നു. അപ്പോൾ ഭാര്യ പറഞ്ഞു, ഇപ്പോഴാണ് മനസ്സിലായേ, ഞാൻ ഒരാഴ്ചയായിട്ട് നിങ്ങളോട് പിണങ്ങിയിരിക്കുകയാണ്. ബന്ധത്തിന് വിള്ളലുണ്ടായിട്ട് ഒരാഴ്ചയായി. ഈ പുള്ളിക്ക് അറിയാൻ പറ്റിയില്ല ഇതുവരെ. മനസ്സിലായില്ല. കർത്താവും നാമും തമ്മിലുള്ള ബന്ധത്തിൻ്റെ സുതാര്യത പോലും എന്തുമാത്രം നമ്മൾ മനസ്സിലാക്കുന്നുണ്ട്. അതിൽ വരുന്ന ചെറിയ വേരിയേഷൻസ്, ചെറിയ മാറ്റങ്ങൾ പോലും നമ്മൾ സെൻസ് ചെയ്യുന്നുണ്ടോ, തിരിച്ചറിയുന്നുണ്ടോ? സ്തോത്രം. നിങ്ങളൊക്കെ കണ്ടിട്ടുണ്ടായിരിക്കുമല്ലോ ഈ ട്രക്കുകളും ബസ്സുകളും ഒക്കെ ദീർഘദൂരം യാത്ര ചെയ്യുന്ന ട്രക്കുകളും ബസ്സുകളും ചില സ്ഥലങ്ങളിൽ കൊണ്ട് നിർത്തും. നിർത്തിയിട്ട് ഡ്രൈവറോ കണ്ടക്ടറോ ക്ലീനറോ ഒക്കെ വന്നിട്ട് വണ്ടിയുടെ ചുറ്റും നടന്ന് നോക്കും. പ്രത്യേകിച്ച് കല്ലോ കമ്പിയോ ഒന്നുമില്ലെങ്കിൽ കൈകൊണ്ടെങ്കിലും അതിൻ്റെ ടയറുകളൊക്കെ തൊട്ടു നോക്കും, അടിച്ചു നോക്കും.
ഓരോ സ്ഥലത്തും നിർത്തുമ്പോൾ ഇത് ചെയ്യാറുണ്ട്. ഇപ്പോഴും ഞങ്ങൾ ചിലപ്പോൾ ബസ്സിനൊക്കെ ദീർഘദൂരം യാത്രയ്ക്ക് പോകുമ്പോൾ ചില സ്ഥലങ്ങളിൽ വാഷ്റൂമിൽ പോകാനും ചായ കുടിക്കാനും ആയിട്ടൊക്കെ അവർ കൊണ്ട് നിർത്തും. യാത്രക്കാരൊക്കെ ഇറങ്ങി ചായക്കടയിലോട്ടൊക്കെ ഓടുമ്പം ഇതിലെ ഡ്രൈവറും ക്ലീനറും ഒക്കെ ഇറങ്ങി വണ്ടിയുടെ 4 ഭാഗത്തും നടന്ന് ഈ പറഞ്ഞതുപോലെ ടയറുകളുമൊക്കെ പരിശോധിക്കുക. ഓരോ സ്റ്റോപ്പിലും അവർ ചെയ്യും. ആ ടയറിലൊക്കെ അടിച്ചു നോക്കുമ്പോൾ അതിൻ്റെ ശബ്ദത്തിലെ, നമുക്ക് വലിയ തിരിച്ചറിയത്തില്ല, അവർക്കറിയാം, അതിലെ ശബ്ദത്തിലെ നേരിയ വ്യത്യാസം പോലും അവർ തിരിച്ചറിഞ്ഞ് വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഞങ്ങളൊക്കെ ട്രെയിനിൽ ഒത്തിരി യാത്ര ചെയ്യുന്നവരാ. റെയിൽവേ സ്റ്റേഷനിലേക്ക് ഒരു വണ്ടി വന്ന് നിൽക്കുമ്പോഴേക്കും അതിൻ്റെ വീൽ ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ പരിശോധിക്കാൻ ആൾ നിൽപ്പുണ്ട്. വണ്ടി പ്ലാറ്റ്ഫോമിലേക്ക് കയറുന്നതിന് കുറേ മുമ്പ് 10, 500 ചിലപ്പോൾ 800 ഒക്കെ മീറ്റർ മുമ്പ് തന്നെ വണ്ടിയുടെ പാളത്തിൻ്റെ 2 സൈഡിലും ചില ടെക്നീഷ്യൻസ് ഇരിക്കും, നിലത്തിരിക്കും. ചിലരാണെങ്കിൽ ഒരു പ്രത്യേകതരം ടോർച്ചുണ്ട്. വണ്ടി പോകുമ്പോൾ അവരതിൻ്റെ എന്തൊക്കെയാണ് നോക്കുന്നതെന്ന് എനിക്കറിയില്ല. അതിൻ്റെ വീലും ബ്രേക്കും ഒക്കെ ആയിരിക്കും, അവർക്കറിയാം. അവർ ചിലപ്പോൾ സംസാരിച്ചുകൊണ്ടൊക്കെ ഇരിക്കുകയാണെങ്കിലും ഇതിങ്ങനെ നോക്കിയിരിക്കും വണ്ടി ഇങ്ങനെ പോകുമ്പോൾ. പ്ലാറ്റ്ഫോമിൽ കൊണ്ട് നിർത്തി കഴിഞ്ഞിട്ട് വേറെ ഒരു ടീം വരും, അവർ പലതും പരിശോധിക്കും, ട്രെയിനകത്തും പുറത്തും ഒക്കെ. ട്രെയിനിലെ വാഷ്റൂമിലേക്ക് വെള്ളം പമ്പ് ചെയ്യുന്നവർ ഉൾപ്പെടെയുള്ള പല സ്റ്റാഫുകൾ വന്ന് നോക്കും. നമുക്ക് വലിയ കാര്യമായിട്ട് അറിയത്തില്ലെങ്കിലും ഇത് പോകുമ്പോഴുള്ള ഇതിൻ്റെ ചലനങ്ങളും ശബ്ദങ്ങളും ഒക്കെ അവർ തിരിച്ചറിഞ്ഞ് വേണ്ട കാര്യങ്ങൾ ചെയ്യും. ഇതുപോലെ കർത്താവുമായിട്ടുള്ള നമ്മുടെ വ്യക്തിപരമായ ബന്ധത്തെ സൂക്ഷ്മമായി പരിശോധിക്കുന്ന ഒരു പ്രകൃതം നമുക്കുണ്ടോ? അതോ ഞാൻ മുമ്പേ പറഞ്ഞ ഭാര്യ ഭർത്താക്കന്മാരെ പോലെ ദൈവം ഇണങ്ങിയിരിക്കുകയെന്നോ പിണങ്ങിയിരിക്കുകയെന്നോ പോലും ഒരു പിടുത്തവും ഇല്ല. കാരണം ഇണങ്ങിയിരുന്നാലും പിണങ്ങിയിരുന്നാലും അത് നമ്മളെ സംബന്ധിച്ച് ഒരു വിഷയമേ അല്ല. മേക്സ് നോ ഡിഫറൻസ്. The state of most of the Christians is they are least concerned about whether God is related to us or not, whether he listens to our prayers or not, whether there is an established long-standing relationship between themselves and God or not. നാം അങ്ങനെ വിലയിരുത്തുന്നവരാണോ? അതോ നമ്മൾ ഈ ചെയ്തു പോകുന്ന കാര്യങ്ങളിലൊക്കെ തൃപ്തരായിട്ട് അങ്ങനെ അങ്ങ് പോവുകയാണോ? സ്തോത്രം. നമ്മുടെ വീട്ടിലൊരു വിരുന്നുകാരൻ വന്നാൽ നമ്മൾ അവർക്ക് ആഹാരം ചിലപ്പോൾ വെച്ചു കൊടുക്കും. എല്ലാം കൂടെ മുമ്പിൽ കൊണ്ടുവച്ച് കഴിച്ചു എന്നും പറഞ്ഞ് അവരെ അവിടെ ഇരുത്തിയിട്ട് നമ്മളിരുന്നിട്ട് പോയി TV കാണുകയോ ബെഡ്റൂമിൽ സംസാരിക്കുകയോ ആയിരിക്കും. ഇനി അങ്ങനെ എങ്ങാനോ ആണെങ്കിൽ ഇവര് വല്ലതും കഴിക്കുമോ? നമ്മൾ ശ്രദ്ധിക്കും. അങ്ങനെ കൊണ്ടുവന്ന് വെച്ചു കൊടുത്തിട്ട് നമ്മൾ നമ്മുടെ പോക്കിന് പോയി ഒടുവിൽ ഇവര് കൈ കഴുകാൻ നേരം കൈ കഴുകി ശബ്ദം കേട്ടുകൊണ്ട് വരുമ്പോൾ അയ്യോ ഒന്നും എടുത്തില്ലല്ലോ എന്ന് പറഞ്ഞാൽ ഈ വന്ന വിരുന്നുകാരൻ ഒരു ഊറിയ ചിരി ചിരിക്കും, വേറൊന്നും പറയത്തില്ല. ആ ചിരിക്കകത്തെല്ലാം ഉണ്ട് അല്ലേ? ഇതുപോലെ കർത്താവും നമ്മളും തമ്മിലുള്ള ഈ ബന്ധത്തെക്കുറിച്ച് നമ്മൾ ഗൗരവമുള്ളവരാണോ? സ്തോത്രം.
നമ്മളും കർത്താവും തമ്മിൽ വല്ല ബന്ധമുണ്ടോ എന്ന വിഷയത്തിലെങ്കിലും നമുക്ക് ഉറപ്പുണ്ടോ? ബന്ധമുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? നമുക്ക് എങ്ങനെ അറിയാൻ പറ്റും? പ്ലീസ് ഒന്ന് വന്നാട്ടെ. കർത്താവും നമുക്കും തമ്മിൽ ബന്ധമുണ്ടെങ്കിൽ നമുക്ക് എങ്ങനെ അറിയാൻ പറ്റുക? ഹൗ ക്യാൻ ബി ഷ്യൂർ ഓഫ് ദിസ് റിലേഷൻഷിപ്പ് ബിറ്റ്വീൻ me and my God, you and your God? പരസ്പരം കമ്മ്യൂണിക്കേഷൻ ഉണ്ടായിരിക്കും. അതാണ് ഏറ്റവും പ്രധാനം. കമ്മ്യൂണിക്കേഷനാണ്. വൺ സൈഡഡ് അല്ല. ഇവിടെ തന്നെയാണ്, ഈ വിഷയത്തിൽ തന്നെയാണ് നമ്മൾ ഇതിനെ ഗൗരവമായി കാണേണ്ടത്. സ്തോത്രം. വിഗ്രഹങ്ങളെ സേവിക്കുന്നവര് വിഗ്രഹങ്ങളുടെ അടുക്കൽ പോയി അവരുടെ ചില ക്രിയാകർമ്മങ്ങളൊക്കെ ചെയ്യുന്നു, റിച്വൽസ് ഒക്കെ ചെയ്യുന്നു. ഇവർക്ക് അവിടെ പോയി പറയാനുള്ളതൊക്കെ കൈതൊഴുതോ മുട്ടുകുത്തിക്കിടന്നുകൊണ്ടോ സാഷ്ടാംഗം പ്രണമിച്ചുകൊണ്ടോ ഒക്കെ അവര് അതിനോട് പറയുന്നു. പക്ഷേ ആ വിഗ്രഹങ്ങൾ ഇവരുടെ നേർച്ച കാഴ്ചകൾ, അർപ്പണങ്ങൾ, ദർപ്പണങ്ങൾ, തർപ്പണങ്ങൾ ഒക്കെ കൈക്കൊണ്ടെന്നോ ഇവരപേക്ഷിച്ചതൊക്കെ കേട്ടെന്നോ വല്ല ഉറപ്പുണ്ടോ? വിശ്വാസമുണ്ട്, അത് വേറെ കാര്യം. ആ വിശ്വാസം എന്നുള്ളതല്ലാതെ മറ്റെന്തെങ്കിലും ഉറപ്പുണ്ടോ? ഇല്ലല്ലോ. ഇവര് പോയി നിന്ന് കരഞ്ഞ് അർപ്പണ തർപ്പണങ്ങളൊക്കെ അർപ്പിച്ച ഈ ദൈവങ്ങൾ എന്തെങ്കിലും ഇവരോട് തിരിച്ചു പറഞ്ഞോ? ഇല്ലല്ലോ. അവ ഇവരോട് എന്തെങ്കിലും ഒന്ന് തിരിച്ച് പ്രതിവചിക്കണമെന്ന് ഇവർക്ക് ആഗ്രഹമുണ്ടോ? അത് ചിലപ്പോൾ ഇച്ചിരി വല്ലതും കാണും. എന്നാൽ ഇവരോട് ഈ ദൈവങ്ങൾ എന്തെങ്കിലും പ്രതികരിക്കുമെന്ന് പ്രതീക്ഷയുണ്ടോ? ഒട്ടുമില്ല. എൻ്റെ ചോദ്യം, ഇതിൽ നിന്ന് നമ്മുടെ ദൈവത്തിൻ്റെ അടുക്കൽ പോയി നമ്മൾ ചെയ്യുന്ന പരിപാടികളിൽ എന്താ നമുക്ക് വ്യത്യാസമുള്ളത്? ഇതുപോലൊക്കെ തന്നെയല്ലേ? നമ്മൾ പിന്നെ എണ്ണയും പൂവും തിരിയും തീയും ഒന്നും കൊണ്ടുപോകുന്നില്ല എന്ന് മാത്രം. പകരം നമ്മൾ പോയി അധരബലമെന്ന സ്തോത്രയാഗം, കൈയടിച്ച് പാട്ടുപാടുന്നു, കണ്ണടച്ച് നിന്ന് പാട്ടുപാടുന്നു, മുട്ടുകുത്തി നിന്ന് പ്രാർത്ഥിക്കുന്നു, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ ചെയ്യുന്നു. ഇതൊക്കെ ചെയ്തിട്ട് നമ്മൾ പ്രതീക്ഷിക്കുന്നുണ്ടോ ദൈവം നമ്മോട് വ്യക്തിപരമായി സംസാരിക്കണമെന്നും? അതിനൊരാഗ്രഹം നമ്മുടെ അകത്തുണ്ടോ? സ്തോത്രം. അങ്ങനെ ദൈവം നമ്മോട് വ്യക്തിപരമായി സംസാരിച്ചില്ലെങ്കിൽ നമ്മൾ എത്ര പേർക്ക് ആശങ്കയുണ്ട്? അങ്ങനെ എത്ര പ്രാവശ്യം ദൈവം നമ്മോട് സംസാരിച്ച് നമ്മൾ ആ കമ്മ്യൂണിക്കേഷൻ, ദൈവം നമ്മോട് സംസാരിക്കുകയും നമ്മൾ ദൈവത്തോട് സംസാരിക്കുകയും ചെയ്യുന്ന ആശയവിനിമയം എത്ര പ്രാവശ്യം നമ്മൾ അനുഭവിച്ചിട്ടുണ്ടത്?
ഗൗരവമായി നമ്മളിതിനെ കാണേണ്ടതല്ലേ? എൻ്റെ ചിന്തകളെ അലട്ടുന്ന ചില കാര്യങ്ങളാണ് ഞാൻ നിങ്ങളോട് പങ്കുവെക്കുന്നത്. ഞാൻ ഒറ്റയ്ക്കിരുന്ന് പ്രാർത്ഥിച്ചാലും എൻ്റെ യാത്രക്കിടയിൽ പ്രാർത്ഥിച്ചാലും ഒക്കെ ഞാൻ ദൈവത്തോട് പറയേണ്ടതൊക്കെ പറയുന്നുണ്ട്. ഇനി ഞാനൊന്നും പറഞ്ഞില്ലെങ്കിലും ദൈവത്തിന് ഹൃദയത്തിൽ നിന്നെല്ലാം അറിയാം. അതുകൊണ്ട് എൻ്റെ കാര്യങ്ങൾ അങ്ങോട്ട് പറയുന്നതല്ല എനിക്ക് പ്രധാനം. ഞാൻ പറയാതെ തന്നെ അറിയാൻ കഴിയുന്ന ഒരു ദൈവമാണ് നമുക്കുള്ളത്. പക്ഷേ തിരിച്ചുള്ള പ്രതികരണമാണ് എന്നെ കൂടുതൽ ചിന്തിപ്പിക്കാറ്. സ്തോത്രം. കഴിഞ്ഞ ദിവസം ഞാൻ വീട്ടിലേക്ക് ഒരു ഫർണിച്ചർ വാങ്ങാൻ വേണ്ടി പോയി. കടയിൽ പോയി കാര്യങ്ങൾ കണ്ടു. അഡ്വാൻസ് വേണമെന്ന് പറഞ്ഞു. ഒരു തുക അഡ്വാൻസ് കൊടുത്തു. ഏതാണ്ട് ഒരു 1/3 ഞാൻ അഡ്വാൻസ് കൊടുത്തു. എനിക്കൊരു റെസിപ്റ്റും തന്നില്ല അവർ. അതിനു പകരം അവരുടെ ഒരു അഡ്രസ് അടിച്ച ഒരു വിസിറ്റിംഗ് കാർഡ്, ആ കടക്കാരുടെ ഒരു വിസിറ്റിംഗ് കാർഡ്, അവരുടെ അഡ്രസ്സ്, ആ വിസിറ്റിംഗ് കാർഡിൽ എഴുതി തന്നു, ഇന്ന സാധനങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ട്, ഇത്രാം തീയതി, മൊത്തം ഇത്ര രൂപ, അഡ്വാൻസ് ഇത്ര രൂപ, ബാലൻസ് ഇത്ര രൂപ. ഞാൻ അല്പം തിരക്കിലായിരുന്നു. അതും മേടിച്ചുകൊണ്ട് ഇങ്ങ് വരുന്ന വഴിക്കാണ് എൻ്റെ മനസ്സിൽ, രസീതൊന്നും തന്നില്ലല്ലോ, ഈ കൊടുത്ത കാശ് പോകുമോ? സ്വസ്ഥതയില്ലാഞ്ഞിട്ട് ഞാൻ ഈ മനുഷ്യനെ അവർ പറഞ്ഞ അവധിക്കകം 2-3 പ്രാവശ്യം വിളിച്ചു. ഒടുവിൽ സാധനം ശരിയായെന്നും പറഞ്ഞ് വിളിച്ചു. ഞാൻ പോയി ബാക്കി കാശും കൂടെ കൊടുത്തു. എന്നിട്ടും ഒരു സാധാ പേപ്പറിൽ പോലും ഈ മനുഷ്യൻ എഴുതി തരത്തില്ല കാശ് തന്നെന്ന്. എനിക്ക് ആശങ്കയായി. ഏതായാലും സാധനം കിട്ടി കേട്ടോ, കളിപ്പിച്ചൊന്നുമില്ല, സാധനം കിട്ടി. നമ്മളൊരു 10 രൂപ കൊടുത്തിട്ട് രസീത് തന്നില്ലെങ്കിൽ നമുക്കത് വലിയൊരു അസ്വസ്ഥതയാണ്. നമ്മൾ ദൈവത്തോട് ഇത്രയൊക്കെ പറഞ്ഞ് കരഞ്ഞു കൂവി വിളിച്ച് കാര്യങ്ങളൊക്കെ ചെയ്തിട്ട് തമ്പുരാൻ തിരിച്ചൊരു വാക്ക് പറഞ്ഞില്ലെങ്കിൽ ഈ രസീത് കിട്ടാത്ത അത്രയുമെങ്കിലും വിഷമം നമ്മുടെ മനസ്സിനകത്തുണ്ടോ? ഒന്ന്, തിരിച്ച് ദൈവം നമ്മോടൊരു വാക്ക് പറയാൻ നമ്മുടെ അകത്തൊരു വെപ്രാളമുണ്ടോ? ആ ബന്ധത്തിന് നാം അത്രയ്ക്ക് പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? എൻ്റെ മനസ്സിനെ അലട്ടുന്ന കാര്യങ്ങളാണ് ഞാൻ പറയുന്നത് കേട്ടോ. സ്തോത്രം. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതെ പോകുന്ന അവസ്ഥയിലെ ഇന്ന് നമ്മൾ ചിന്തിച്ചത്, നമുക്കേറെ പരിചയമുള്ള ക്രിസ്ത്യൻ സ്പിരിച്വാലിറ്റി ഈസ് എ റിലേഷൻഷിപ്പ്, നോട്ട് എ റിച്വൽ ഓർ എ റിലീജിയൻ എന്നുള്ളത്. അതിൽ നമ്മളേറെ പ്രാധാന്യം നൽകേണ്ടത് കർത്താവുമായിട്ടുള്ള ബന്ധത്തിനാണ്. സ്തോത്രം. ബാക്കി കാര്യങ്ങളൊക്കെ നമ്മൾ ചെയ്യുന്നത് ചെയ്തോ, അതിനൊന്നിനും വിലക്കില്ല. സ്തോത്രം.
when we are praying, ഒരു ചോദ്യം ഒന്ന് വായിച്ചോട്ടെ. When we are praying, if we are reminded of a verse, isn't that one way God is speaking to us? Like last year in the second week of July, when I was about to pray for a personal need of my household, even before I started praying, a specific verse was brought to my mind. Of course, there are different ways for God to communicate. This is one of that. തീർച്ചയായും ദൈവവചനത്തിലെ ചില വാക്യങ്ങൾ നമ്മെ ഓർമ്മപ്പെടുത്തും. പ്രവചനത്തിലൂടെയും പ്രസംഗത്തിലൂടെയും ദൈവം നമ്മോട് സംസാരിക്കും. ചിലപ്പോൾ ഒരു പാട്ടിന്റെ വരികളിലൂടെ ആയിരിക്കും ദൈവം നമ്മോട് സംസാരിക്കുന്നത്. ചിലപ്പോൾ ഒരാളിന്റെ ടെസ്റ്റ് മണിയിലൂടെ ആയിരിക്കും ദൈവം സംസാരിക്കുന്നത്. ഡിഫറെന്റ് വേസ് ഗോഡ് ഹാസ്. എന്നാൽ ഇതിനേക്കാളൊക്കെ ഞാൻ കൂടുതൽ ഊന്നൽ കൊടുക്കുന്നത് എ പേഴ്സണൽ കമ്മ്യൂണിക്കേഷനാണ്. യോഹന്നാൻ 10-ാമത്തെ അധ്യായത്തിൽ 3 തൊട്ട് 5 വരെയുള്ള വാക്യങ്ങളിൽ വായിക്കുന്നത് പോലെ, മൈ ഷീപ്പ് ഹിയേഴ്സ് മൈ വോയിസ്, ദേ റെക്കഗ്നൈസ് മൈ വോയിസ്, ദേ ഫോളോ മൈ വോയിസ്. ആ 3 കാര്യങ്ങൾ എന്നെ ഒത്തിരി ചിന്തിപ്പിക്കാറുള്ളതാണ്. എൻ്റെ ആടുകൾ എൻ്റെ ശബ്ദം കേൾക്കുന്നു, അവ എൻ്റെ ശബ്ദം അല്ലെങ്കിൽ ഇടയൻ്റെ ശബ്ദം തിരിച്ചറിയുന്നു, അവ ഇടയനെ അനുഗമിക്കുന്നു, ആ ശബ്ദത്തെ അവര് അനുഗമിക്കുന്നു. നമ്മൾ ആടുകളും കർത്താവ് നമ്മുടെ ഇടയനുമാണ്. എങ്കിൽ ഈ ഒരു ബന്ധം നമുക്കുണ്ടായിരിക്കണം. ദൈവം നമ്മോട് സംസാരിക്കുന്ന, നമ്മൾ ദൈവത്തിൻ്റെ ശബ്ദത്തെ തിരിച്ചറിയുന്ന, നമ്മൾ ദൈവശബ്ദത്തെ അനുസരിക്കുന്ന അല്ലെങ്കിൽ അനുഗമിക്കുന്ന ഒരു ബന്ധം. അത് നമുക്ക് വേണം. ഇപ്പോൾ നമ്മൾ പറഞ്ഞത് നമ്മൾ പ്രാർത്ഥിക്കുന്ന ഒരു വിഷയത്തിലോ നമ്മൾ ഭാരപ്പെടുന്ന ഒരു വിഷയത്തിലോ ഒക്കെയാണ്. എൻ്റെ ചിന്ത അതിനപ്പുറമാണ്. എന്ന് വെച്ചാൽ ചോദിക്കുന്നതിന് മറുപടി പറയുക, നമ്മൾ ചോദിക്കുന്നത് ആവശ്യപ്പെടുന്നത് തരിക, ഇതിലൊന്നും ബന്ധം അത്ര കണ്ട് ആഴത്തിലുള്ളതാകണമെന്നില്ല. സ്തോത്രം. നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഭാര്യ ഭർത്താക്കന്മാർ തമ്മിലുള്ള ബന്ധത്തെക്കുറിച്ച് ഈ കൗൺസിലർമാരും സെമിനാറുകൾ നടത്തുന്നവരും ഒക്കെ പറയുന്ന ഒരു ഉദാഹരണമുണ്ട്. ഭാര്യയും ഭർത്താവും തമ്മിൽ ഒരുമിച്ച് താമസിക്കുന്നതെങ്കിലും പിണക്കത്തില്ല. ഒരു ദിവസം ഭർത്താവ് ഓഫീസിൽ നിന്ന് വന്നപ്പോൾ മേശപ്പുറത്ത് എഴുതി വെച്ചു, നാളെ 4 മണിക്ക് എന്നെ വിളിക്കണം, എനിക്ക് നാളെ 5 മണിയുടെ വണ്ടി പിടിക്കണം. ഭാര്യ നോട്ട് കണ്ടു. 4 മണിയായപ്പോൾ ഭാര്യ എഴുന്നേറ്റ് അതേ സ്ഥലത്ത് ആ നോട്ടിൻ്റെ താഴെ എഴുതി വെച്ചു, 4 മണിയായി, എഴുന്നേൽക്കുക. അവർ പോയി കിടന്നുറങ്ങി. ഇങ്ങനെ എന്നത്തെയും പോലെ 6 മണിക്ക് എഴുന്നേറ്റ് വന്നപ്പം വണ്ടി പോയി, പോകുന്ന സ്ഥലത്ത് പോകാൻ പറ്റില്ല. ദേഷ്യപ്പെട്ടു, ഭാര്യയോട് ദേഷ്യപ്പെട്ടപ്പോൾ ഭാര്യ പറഞ്ഞു, ഞാൻ നിങ്ങളെ വിളിച്ചു, എപ്പോഴാ, പോയി നോക്കാൻ പറഞ്ഞു. ഇതൊരു ബന്ധമല്ല. അന്യരോടും നമ്മളോട് ബന്ധമില്ലാത്തവരോടും നമ്മൾ എന്തെങ്കിലും ചോദിച്ചാൽ മറുപടി പറഞ്ഞെന്നിരിക്കും, ആവശ്യപ്പെട്ടാൽ എന്തെങ്കിലും കൊടുത്തെന്നിരിക്കും. അതിനകത്ത് ബന്ധം നമ്മൾ കാണണ്ട.
എന്നാൽ ബന്ധത്തിന്റെ ആഴത്തിലെ കാര്യം ഞാൻ പറയാം. എനിക്കിപ്പം രാജീവ് ബ്രദറിനോട് ഔപചാരികമല്ലാത്ത അനൗപചാരികമായ വ്യക്തിപരമായ ബന്ധമുണ്ടെങ്കിൽ ഞാനിങ്ങനെ കാത്തിരിക്കും രാജീവ് ബ്രദറിനെ ഒന്ന് കിട്ടാൻ. എൻ്റെ ഹൃദയത്തിലുള്ള ദുഃഖവും സന്തോഷവും തമാശയും ഒക്കെ അദ്ദേഹത്തോട് പങ്കുവെക്കാനായിട്ട്. അല്ലേ? ശരിയല്ലേ? വെറും ഒരു ഔപചാരിക ബന്ധം മാത്രമേ ഉള്ളെങ്കിൽ രാജീവ് ബ്രദർ, പ്രൈസ് ദി ലോർഡ്, പ്രൈസ് ദി ലോർഡ്, എന്തുണ്ട് വിശേഷം? സന്തോഷം. തീർന്നു, പരിപാടി തീർന്നു. എൻ്റെ ഹൃദയത്തിൽ ഒരുപക്ഷെ ഞാൻ ഇന്നിങ്ങോട്ട് വരുന്ന വഴിക്ക് കണ്ട എനിക്കതൊരു തമാശയായിട്ട് തോന്നിയ ഒരു സംഭവം, ഞങ്ങൾ തമ്മിൽ അങ്ങനത്തെ ഒരു ബന്ധം ഉണ്ടെങ്കിലേ അദ്ദേഹത്തോട് പറയത്തുള്ളൂ. ഇല്ല, ഞാൻ മിണ്ടത്തില്ല, ചോദിച്ചതിന് മറുപടി പറയുന്നുള്ളൂ. ഇങ്ങനെ ദൈവം തൻ്റെ ഹൃദയത്തിലെ വികാരങ്ങൾ മുഴുവനും നമ്മോട് പങ്കുവെക്കുന്ന തരത്തിലെ ഒരു ബന്ധം നമ്മൾ കർത്താവുമായി സ്ഥാപിച്ചിട്ടുണ്ടോ? ദൈവം തൻ്റെ ഹൃദയത്തിലെ വിചാരങ്ങൾ നമ്മളോട് പങ്കുവെക്കണം. ചോദിച്ചിട്ടല്ല, ഇങ്ങോട്ട് വിളിച്ച്. ദൈവം തൻ്റെ സ്വകാര്യ ദുഃഖങ്ങൾ, ദൈവഹൃദയത്തെ നൊമ്പരപ്പെടുത്തുന്നത് നമ്മോട് പങ്കുവെക്കണം. ദൈവഹൃദയത്തിൻ്റെ സന്തോഷം നമ്മോട് പങ്കുവെക്കണം. ദൈവത്തിൻ്റെ ആഗ്രഹങ്ങൾ നമ്മോട് പങ്കുവെക്കണം. അവിടുത്തെ ഹൃദയത്തിന് നമ്മെ ശാസിക്കാനുണ്ടെങ്കിൽ ഒരു വിലക്കുകളുമില്ലാതെ നമ്മെ ശാസിക്കണം കർത്താവ്. ഇത് തെറ്റാ മോനെ, ഇതെനിക്കിഷ്ടമല്ലടാ. സ്തോത്രം. അങ്ങനത്തെ ഒരു ബന്ധം കർത്താവുമായി സ്ഥാപിക്കാൻ നമ്മൾ പ്രാധാന്യം കൊടുത്ത് പ്രവർത്തിക്കുന്നുണ്ടോ? അതല്ലേ നമുക്ക് ആവശ്യമായിട്ടുള്ളത്? സ്തോത്രം. എനിക്കിപ്പോ എൻ്റെ ഭാര്യ ആഹാരം വെച്ച് തരുന്നു, അതിനെനിക്കിപ്പോൾ എൻ്റെ ഭാര്യ വേണമെന്നൊന്നുമില്ല. വേണമെങ്കിൽ എനിക്കൊരു കുശിനിക്കാരുത്തിയെ ഒരു കുശിനിക്കാരനെ ആക്കാം, എനിക്ക് ആഹാരം വെച്ച് തരും. അല്ലെങ്കിൽ ഹോട്ടലിൽ നിന്ന് എനിക്ക് പോയി കഴിക്കാം, ആഹാരം വെച്ച് തരാൻ ആളുണ്ട്. തുണി കഴുകുന്ന കാര്യമാണോ? ലോണ്ടറിക്കാരുണ്ട്. പക്ഷേ ഈ പറയപ്പെടുന്ന റിച്വൽസ്, ഈ ഭാര്യ, അമ്മ, മോള്, പെങ്ങളെ ചെയ്തു തരുന്ന ഈ കർമ്മങ്ങളല്ല ഞങ്ങൾക്ക് തമ്മിലെ ബന്ധം. ആഹാരം വെച്ച് തന്നാലും ഇല്ലെങ്കിലും, ഞാൻ എൻ്റെ ഭാര്യയ്ക്ക് തുണിയും ഇഷ്ടമുള്ള സാധനങ്ങൾ വാങ്ങിക്കൊടുത്താലും ഇല്ലെങ്കിലും, അതിന് എനിക്ക് കഴിവുണ്ടെങ്കിലും ഇല്ലെങ്കിലും ഞങ്ങൾക്കിടയിൽ ഒരു ബന്ധമുണ്ട്. ആ ബന്ധം സ്നേഹത്തിൽ അധിഷ്ഠിതമാണ്. ഞങ്ങൾ ലോകത്തിൻ്റെ ഏതെല്ലാം ഭാഗങ്ങളിൽ, രണ്ട് സ്ഥലങ്ങളിൽ ഇരുന്നാലും ആ ഒരു അടുപ്പം ഞങ്ങൾ തമ്മിലുണ്ടാവും. സന്തോഷവും സന്താപവും സല്ലാപവും എല്ലാം പങ്കുവയ്ക്കും. ദൂരം ഞങ്ങൾക്കൊരു ദൂരമായി തോന്നുകയില്ല. അങ്ങനത്തെ ഒരു ബന്ധം നമുക്ക് കർത്താവുമായിട്ടുണ്ടോ? അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുന്നുണ്ടോ? അങ്ങനെ ഒരു ബന്ധമല്ലേ നമുക്ക് വേണ്ടത്? സ്തോത്രം.
രക്ഷയെ ഗണ്യമാക്കാതെ പോകരുത്. ഇത്ര വലിയ രക്ഷയെ നാം ഇന്ന് ചെയ്യുന്ന ബാഹ്യ കർമാദികളിൽ സന്തുഷ്ടരായിരിക്കരുത്. നമുക്ക് കർത്താവുമായി ഒരു വ്യക്തിപരമായ ബന്ധത്തിന് ഊന്നൽ കൊടുക്കാം. പൊത്തുവരുത്തം വേണ്ട. ഞാനും എൻ്റെ ഭാര്യയും തമ്മിൽ ഇങ്ങനത്തെ ഒരു സ്നേഹബന്ധം ഉള്ളപ്പോൾ തീർച്ചയായും അവിടെ ആഹാരം വെച്ച് തരുന്നതും തുണി തേച്ച് തരുന്നതും നനച്ചു തരുന്നതും ഞാൻ സാധനങ്ങൾ വാങ്ങിക്കൊടുക്കുന്നത് എല്ലാം ഉണ്ട്. ആ കർമ്മങ്ങളൊക്കെ വരും. പക്ഷേ അതെല്ലാം സെക്കൻഡറിയാ, രണ്ടാമതേ ഉള്ളൂ. അതെല്ലാം സ്നേഹത്തിൽ നിന്ന് ഉണ്ടാകുന്നതാ. അതില്ലാതെയും അവിടെ സംഭവിക്കാം. ഈ രാത്രി നമുക്ക് നമ്മെ തന്നെ ഒന്ന് സമർപ്പിക്കാം. നമ്മളിപ്പോൾ ചിന്തിച്ചതുപോലത്തെ ഒരു വ്യക്തിപരമായ ബന്ധത്തിലേക്ക് നമുക്കൊന്ന് അടുത്തു വരാം. നമ്മളെ ഉറങ്ങാൻ പോലും അനുവദിക്കാതെ കർത്താവ് നമ്മുടെ അരികിൽ വന്നിരിക്കട്ടെ. എന്നിട്ട് ദൈവം തൻ്റെ ഹൃദയമൊക്കെ നമ്മോട് പങ്കുവയ്ക്കട്ടെ. നമ്മളും ദൈവസന്നിധിയിലേക്ക് പോയിരിക്കുക. പ്രാർത്ഥിക്കാനൊന്നുമല്ല, കർത്താവേ ഇത് വേണം അത് വേണം, എൻ്റെ അച്ചായനെ, എൻ്റെ അമ്മമ്മയെ, എൻ്റെ പപ്പായും മമ്മിയെ, മോനെ, മോളെ, ഇതൊന്നുമല്ല. പിന്നെ എന്നോട് കർത്താവ് ഒരിക്കൽ പറഞ്ഞ, നീ എൻ്റെ അടുത്ത് ഒന്ന് ചുമ്മാ തോന്നിയിരിക്കടാ. ഒന്നും ചോദിക്കാനല്ല, ഒന്നും ചോദിക്കാനല്ല. സ്തോത്രം. നമ്മുടെ കുഞ്ഞുങ്ങളൊക്കെ കിടക്കുന്ന സമയത്ത് ചിലപ്പം അവരെ ഉറക്കത്തിൽ പോലും അവരുടെ കയ്യോ കാലോ ഒക്കെ എടുത്ത് നമ്മുടെ ദേഹത്ത് വെക്കാറില്ലേ? ചിലപ്പോൾ നമ്മുടെ കയ്യിലോ കാലിലോ ഒക്കെ അവർ വന്ന് കിടക്കാറില്ലേ? ജസ്റ്റ് ഒരു സ്പർശം, ഒന്നും മിണ്ടുന്നില്ല. ആ ഒരു സ്പർശത്തിനകത്തുകൂടെ ഒത്തിരി കമ്മ്യൂണിക്കേഷൻ ഉണ്ട്, ഒത്തിരി ആശയവിനിമയമുണ്ട്. കർത്താവിനോട് വേറെ ഒന്നും ചോദിക്കാനല്ല, ആ മാറോടൊന്ന് ചാരിയിരിക്കാൻ. അതിന് നമ്മൾ പ്രാധാന്യം കൊടുക്കുക. ബാക്കിയുള്ളതൊക്കെ സെക്കൻഡറിയാണ്. ഈ ബന്ധമില്ലാതെ അതൊക്കെ ചെയ്യാൻ പറ്റും. അത് വേണ്ട. അങ്ങനെ വരുമ്പോൾ അതെല്ലാം വെറും ബിസിനസ്സാണ്. അത് വേണ്ട. ബന്ധമായിക്കൊള്ളട്ടെ, ബന്ധം. സമയം നമ്മുടേത് കഴിഞ്ഞല്ലോ, നിർത്താം. ഇങ്ങനെ ഒരു ബന്ധത്തിലേക്ക് നമുക്ക് എത്തിച്ചേരേണ്ടതിന് നമ്മെ തന്നെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് ഏൽപ്പിക്കാം. ബാക്കി ഭാഗം കർത്താവിൻ്റെ വരവ് താമസിച്ചാൽ നമുക്ക് നാളെ ചിന്തിക്കാം. നിങ്ങളും കൂടെ ചിന്തിച്ചുകൊണ്ട് വന്നാട്ടെ. സ്തോത്രം. ഇത്ര വലിയ രക്ഷയെ ഗണ്യമാക്കാതിരിക്കുക എന്ന് പറഞ്ഞാൽ എന്തൊക്കെയാണ് അതിനകത്ത് പെടുന്നതെന്ന് നമുക്കൊരുമിച്ച് പങ്കുവെക്കാം. ഈ വചനങ്ങളാൽ ദൈവം നമ്മെ അനുഗ്രഹിക്കുമാറാകട്ടെ.